നമസ്കാരം, എല്ലാവർക്കും ഹെൽത്തി ടേസ്റ്റിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു നാടൻ ഊണ് തയ്യാറാക്കാൻ പോവാണ്. കുക്കറിലാണ് ചോറ് വേവിക്കുന്നത്. പക്ഷേ അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. കാരണം കുക്കറിൽ ചോറ് വേവിക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ തനിയായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ ദിവസം ഞാനൊരു ലഞ്ച് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, അതിലും ഞാനത് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോയിൽ കുക്കറിൽ ചോറ് വേവിക്കുന്നത് ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. നമുക്ക് ഇന്നത്തെ കറികളൊക്കെ ഒന്ന് തയ്യാറാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് കോവയ്ക്ക മെഴുക്കുവരട്ടി വെക്കാം. അതിനുവേണ്ടി കുറച്ച് കോവയ്ക്ക ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ വട്ടത്തിലാണ് ഇത് അരിഞ്ഞെടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ ഈ കോവയ്ക്ക ഒരു 3-4 മുറിച്ചതിന് ശേഷം നീളത്തിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. 2 പച്ചമുളകും ഇതുപോലെ കീറിയിട്ടിട്ടുണ്ട്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയോ കുറച്ചോ ഒക്കെ ചേർത്ത് കൊടുക്കാം പച്ചമുളക്. പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂണോളം ഉപ്പ് ചേർക്കുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഈ എണ്ണയിലേക്ക് ചേർക്കുമ്പോൾ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പും ഒക്കെ നമ്മൾ കോവയ്ക്ക് ഇടുന്നതിലേക്ക് നന്നായിട്ട് ഒരുപോലെ തന്നെ പിടിച്ച് കിട്ടും. അതുകൊണ്ടാണ് ആദ്യമേ അത് എണ്ണയിലേക്ക് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കോവയ്ക്ക ചേർത്തിട്ട് ഇളക്കിയെടുക്കാം. ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് ഒരു മീഡിയം രീതിയിൽ തീയിട്ടിട്ട് ഇതൊന്ന് അടച്ച് വേവിക്കാം. വെള്ളം ഒന്നും ഒഴിക്കേണ്ട, ഇതേപോലെ തന്നെ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഒരുവിധം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് സമയം കൂടി നമുക്കിത് വേവിക്കാം. ഇപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വെന്ത് പതിയെ ഒന്ന് മൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ സവാള ഇതിലേക്ക് ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ ഇത് മൂപ്പിക്കുമ്പോൾ സവാള ഒരുപാടങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് ഇതൊന്ന് മൂത്ത് തുടങ്ങുന്ന ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാക്കൊത്ത് ചേർക്കുന്നത് ഇഷ്ടമാണെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ച് തന്നെ കുറച്ച് സമയം നമുക്കിത് മൂപ്പിച്ചെടുക്കാം. തീ കൂട്ടിയിടരുത്, ഒരു മീഡിയം രീതിയിൽ മതിയാകും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് ആവശ്യമുള്ള അത്ര അളവിൽ മൂപ്പിച്ചെടുക്കാം. കോവയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയും ഇത് മൂപ്പിച്ചെടുക്കണോ ആ രീതിയിൽ റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇത്രയിലാണ് റെഡിയാക്കുന്നത്. ഇനി നമുക്ക് ചമ്മന്തി അരയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനു വേണ്ടി ഒരു 3/4 കപ്പ് തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. പാകത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ചേർക്കുന്നത് മുളക് പൊടിയാണ്. നിങ്ങൾക്ക് മുളക് പൊടിയോ അതല്ലെങ്കിൽ വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതൊന്ന് ചുട്ടതിന് ശേഷമോ ചേർത്ത് കൊടുക്കുക. ഒരു 3-4 വറ്റൽമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഈ സ്പൂണിൽ ഇത്രയും മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇത് എരിവുള്ള മുളക് പൊടിയാണ്. കുറച്ച് പുളി കൂടി ചേർത്ത് കൊടുക്കാം. പുളി അധികം വേണ്ട, ഈ ഒരളവിൽ, അതായത് ഒരു ചെറിയ ഉരുളയാക്കി ആ ഒരളവിൽ മതിയാകും. ഇതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 കൊച്ചുള്ളി ഇതേപോലെ മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ അരിഞ്ഞ് ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ പകരം കറിവേപ്പില ഒരു 3-4 ഇല ഇതിലേക്ക് ചേർക്കാം. അത് രണ്ടും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് വെള്ളമൊന്നും ചേർക്കാതെ നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് സ്പൂൺ കൊണ്ടോ മറ്റോ ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ നമുക്കിത് ഒന്ന് അരച്ചെടുക്കാം. ഇടയ്ക്ക് ഉപ്പൊന്ന് നോക്കുക. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് അതിലേക്കൊന്ന് ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് അരച്ചെടുത്താൽ മതി. എല്ലായിടത്തും ഒരുപോലെ ആ ഉപ്പൊന്ന് പുരണ്ടു വരും. ഇത് അടിപൊളിയായിട്ടുള്ള ഇഞ്ചി ചമ്മന്തി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ കല്ലരയ്ക്കുന്നത് പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ചമ്മന്തി കുറച്ചൊന്ന് ലൂസായിട്ട് പോകും. വെള്ളം ഒഴിക്കാതെ നിർത്തി ഇതൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാക്കി നമുക്ക് ചമ്മന്തി റെഡിയാക്കാൻ പറ്റും. ഇനി നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് മുട്ടയാണ്. അപ്പോൾ മുട്ട പൊരിക്കുന്നത് നമ്മൾ സാധാരണ മുട്ട പൊരിക്കുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ അതിനു വേണ്ടി 2 മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കാം. ഈ മുട്ടയിലേക്ക് തേങ്ങ ചേർക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ ഒരു തേങ്ങയുടെ ഒരു ചെറിയ മധുരവും അതുകൂടി ഒന്ന് വരുമ്പോഴത്തേക്ക് മുട്ട പൊരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് വരും. കൊച്ചുള്ളി അരിഞ്ഞതും അതുപോലെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഈ കൊച്ചുള്ളിക്ക് പകരം വേണമെങ്കിൽ സവാള ചെറുതായിട്ട് അരിഞ്ഞതും ചേർക്കാം. അതുപോലെ പച്ചമുളക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകിന് പകരം വേണമെങ്കിൽ വറ്റൽമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർക്കാം. പാകത്തിന് ഉപ്പ് ചേർക്കാം.
കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരല്പം കുരുമുളക് നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കല്ല് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം. മുട്ടയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ നാടൻ ഊണിൻ്റെ വിഭവങ്ങളൊക്കെ റെഡിയായി കഴിഞ്ഞു. ദാ ഉച്ചയ്ക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നാടൻ ഊണ് നമുക്ക് റെഡിയാക്കി എടുക്കാം. വളരെ പെട്ടെന്നാണ്. വേണമെങ്കിൽ പപ്പടം കൂടി നിങ്ങൾക്ക് പൊള്ളിച്ച് എടുക്കാം. അപ്പോൾ നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഒരു നാടൻ രീതിയിലുള്ള കുറച്ച് വിഭവങ്ങളൊക്കെ ഒന്ന് കഴിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.